വാർത്തകൾ വിശദമായി. മലപ്പുറം മമ്പാട് യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ 12 പേർ അറസ്റ്റിൽ. മുജീബ് റഹ്മാനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചവരാണ് പിടിയിലായത്. ശനിയാഴ്ചയാണ് കോട്ടയ്ക്കൽ സ്വദേശി പുലിക്കോട്ടിൽ മുജീബ് റഹ്മാനെ മമ്പാട് കെട്ടിടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ തൃക്കലത്തോട് കാരക്കുന്ന് സ്വദേശികളായ 12 പേരെ പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു അറസ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുജീബ് സ്വയം ജീവനൊടുക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. തിരുവനന്തപുരം കല്ലറ പഴവിളയിൽ യുവതിയെ കൊന്ന യുവാവ് ജീവനൊടുക്കി. വെഞ്ഞാറൻമൂട് കീഴായിക്കോണം ചെറുവിള പുത്തൻ വീട്ടിൽ ഉണ്ണിയും പാങ്ങോട് പുലിപ്പാറ സിമി ഭവനിൽ സുമിയുമാണ് മരിച്ചത്. ഇരുവരും 3 വർഷമായി പ്രണയത്തിലായിരുന്നു. സുമിയെ കഴുത്തുഞെരിച്ചു കൊന്ന ശേഷം ഉണ്ണി ജീവനൊടുക്കുകയായിരുന്നെന്നാണ് പോലീസിന്റെ നിഗമനം. സുമിയുടെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. 21 വയസ്സുകാരനായ ഉണ്ണിയെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 18 വയസ്സുകാരിയായ സുമി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. ഇരുവരും 3 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അകന്ന ബന്ധുവായ ഉണ്ണി സുമിയുടെ വീട്ടിലാണ് 2 വർഷമായി താമസിച്ചിരുന്നത്. കുറച്ചുനാളായി ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സുമി മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ സുമിയുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി എത്തുകയായിരുന്നു. ഇരുവരും പുറത്തേക്ക് പോയി ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റബ്ബർ തോട്ടത്തിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. പാങ്ങോട് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കല്ലറ. മലപ്പുറം അരീക്കോട് 13 വയസ്സുകാരനെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. കണ്ണൂർ പാട്യം ചാമവിളയിൽ മെഹ്റൂഫാണ് പിടിയിലായത്. കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തുവറിഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ ദിവസം അരീക്കോട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയെ ഇയാൾ പലതവണ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. മെഹ്റൂഫിനെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു. അടൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. മലമേക്കര സ്വദേശി KS അതുലാണ് മരിച്ചത്. സുഹൃത്ത് അഭിജിത്തിനൊപ്പം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡിലെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അടൂർ ബൈപ്പാസിലെ വട്ടത്രപ്പടി ജംഗ്ഷനിൽ പുലർച്ചെ 3-നായിരുന്നു അപകടം. കാർ വെട്ടിപ്പൊളിച്ചാണ് അതുലിനെയും അഭിജിത്തിനെയും പുറത്തെടുത്തത്. ഗുരുതരമായി പരുക്കേറ്റ അഭിജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മുക്കം മാമ്പറ്റയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം. ഡോൺ ബോസ്കോ റോഡിൽ നിന്നും വന്ന കാർ അഗസ്റ്റിൻ മുഴിയിൽ നിന്നും വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോയി. അപകടത്തിൽ പരുക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടിയ യുവതിയും കാമുകനും അറസ്റ്റിൽ. കല്ലറ തുമ്പോട് സ്വദേശി ഷഹന, മണമ്പൂർ പെരുങ്കുളം സ്വദേശി സജിമോൻ എന്നിവരാണ് പിടിയിലായത്. ഒരാഴ്ച മുൻപാണ് 12, 9, 7 വയസ്സുള്ള മക്കളെ ഉപേക്ഷിച്ച് ഷഹന സജിമോനൊപ്പം പോയത്. സജിമോനും 3 മക്കളുണ്ട്. കുട്ടികളെ ഉപേക്ഷിച്ചത് ബാലനീതി വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. കൊല്ലം അഞ്ചലിൽ സജിമോന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇവർ അറസ്റ്റിലായത്. ഷഹനയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും സജിമോനെ ജില്ലാ ജയിലിലേക്കും റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ BJP പ്രവർത്തകന്റെ വീടടിച്ചു തകർത്തു. യുവമോർച്ച കുറിയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദീപു വി ഷാജിയുടെ വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അക്രമികൾ തകർത്തു. കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയിൽ DYFI നേതാവിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചതിനു പിന്നാലെയാണ് ഷാജിയുടെ വീടിനു നേർക്ക് ആക്രമണമുണ്ടായത്. ആക്രമണത്തിനു പിന്നിൽ DYFI ആണെന്ന് BJP ആരോപിച്ചു. രോഗി മരിച്ചതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സംഘർഷം. ബൈക്കോടിച്ച് ആശുപത്രിയിലെത്തിയ ആൾ ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകിയതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. മത്സ്യവ്യാപാരിയായ കാരാടി കുടിക്കിൽമാരം അരേറ്റകുന്നുമ്മൽ അബ്ബാസാണ് ഇന്നു രാവിലെ ചികിത്സയ്ക്കിടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. രാവിലെ 7ഓടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട അബ്ബാസ് ബൈക്കോടിച്ചാണ് ആശുപത്രിയിലെത്തിയത്. ഒരു ബന്ധുവും പിന്നാലെ ആശുപത്രിയിലെത്തി. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകുകയും ECG അടക്കമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതിനിടെ അബ്ബാസ് ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഹൃദയാഘാതമായിരുന്നുവെങ്കിലും അസ്വാഭാവിക മരണമെന്ന രീതിയിൽ ഡോക്ടർ പോലീസിന് റിപ്പോർട്ട് നൽകിയതാണ് തർക്കത്തിനും സംഘർഷത്തിനും വഴിവെച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം 2 വീൽ ബൈക്ക് ഓടിച്ചാണ് വന്നത്. അവിടെ വന്ന് ECG എടുക്കണം എന്ന് പറഞ്ഞു.
ഒരല്പം പ്രയാസമുണ്ടായി, ഛർദ്ദിച്ചു, ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സാധാരണ ഇവിടെ നടക്കാറ് ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലീസും റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടത്തിനൊന്നും പോവാറില്ല, ഡയറക്റ്റ് ബോഡി വിട്ടുകൊടുക്കാറാണ്. പക്ഷേ ഇവിടുത്തെ ഇന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പോലീസിൽ റിപ്പോർട്ട് കൊടുത്തു. ഈ ഹോസ്പിറ്റലിൽ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളതായിട്ട് ജനങ്ങൾക്കറിയാവുന്നതാണ്, പരാതികളുമുണ്ട്. പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 9 മണിയോടെ മൃതദേഹം വിട്ടുനൽകി. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്താൻ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചികിത്സയ്ക്കെത്തി 1 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചാൽ പോലീസിൽ അറിയിക്കണമെന്ന നിയമം പാലിക്കുകയായിരുന്നുവെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജോബിൻ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. മഞ്ചേശ്വരത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് താഴ്ചയുള്ള വീട്ടുമുറ്റത്തേക്ക് വീണു. പിഞ്ചു കുഞ്ഞുൾപ്പെടെ 5 പേർക്ക് പരുക്കേറ്റു. ഉപ്പള പത്വാടിയിലാണ് അപകടം. 10 അടി താഴ്ചയിലേക്കാണ് ഓട്ടോറിക്ഷ പതിച്ചത്. പത്വാടി സ്വദേശികളായ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സുഹ്റ, മക്കളായ ലുബ്ന, അബ്ദുൾ ബഷീർ, ഓട്ടോ ഡ്രൈവർ ഉപ്പള പജിലബ്ബാറിലെ നഹീം എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെഞ്ഞാറൻമൂട് ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. ബസ് യാത്രക്കാർക്ക് വായനയ്ക്ക് അവസരമൊരുക്കാൻ വെഞ്ഞാറൻമൂട് KSRTC ഡിപ്പോയിൽ പുസ്തകക്കൂടും സ്ഥാപിച്ചു. യാത്രക്കാർക്ക് പുസ്തകം എടുത്തു വായിച്ച ശേഷം പുസ്തകക്കൂട്ടിൽ തിരികെ വെക്കുന്നതിന് ഒപ്പം പുസ്തകങ്ങൾ സംഭാവനയും നൽകാം. DK മുരളി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കീഴായിക്കോണം സോമൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ കോതമംഗലത്ത് മട്ടുപ്പാവിൽ നടത്തിയ ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ കോതമംഗലം ടൗൺ മുനിസിപ്പൽ പ്രാദേശിക സഭയുടെ ആഭിമുഖ്യത്തിൽ C. അച്യുതമേനോൻ സ്മാരക മന്ദിരത്തിന്റെ ടെറസിലായിരുന്നു കൃഷി ചെയ്തത്. കൃഷിവകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി തക്കാളി, വെണ്ട, വഴുതന, പച്ചമുളക് തുടങ്ങിയവയാണ് വിളവെടുത്തത്. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് EK ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ടഗ് ഓഫ് വാർ അസോസിയേഷൻ ജില്ലാ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ഞാറുള്ളൂർ ബദ്ലഹേം ദൈറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ 40ഓളം കോച്ചുമാർക്കാണ് പരിശീലനം നൽകിയത്. സ്കൂൾ മാനേജർ സിസ്റ്റർ ദീന ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. Team, are you ready? Yes, sir. Pick up the rope. പട്ടാമ്പി മഞ്ഞാമ്പ്രയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുതുതല, പരുതൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി 115 കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത്. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത്. 3 പഞ്ചായത്തുകളിലും ആളോഹരി 100 ലിറ്റർ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ മാഞ്ഞാമ്പ്രയിൽ 16 MLD ജലശുദ്ധീകരണശാലയും അനുബന്ധ ഘടകങ്ങളും 47 ലക്ഷം ലിറ്റർ ഉന്നതതല ജലസംഭരണി നിർമ്മിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.
ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി 115.19 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൂതപ്പുഴയിൽ കാരമ്പത്തൂർ ഭാഗത്ത് പുതിയ കിണർ നിർമ്മിച്ചാണ് ആവശ്യമായ ജലം എത്തിക്കുക. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കോൺക്രീറ്റ് പ്രധാനപ്പെട്ട കോൺക്രീറ്റ് ആണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. 24 മണിക്കൂർ തുടർച്ചയായി ഇതിന്റെ കോൺക്രീറ്റ് പ്രവർത്തനം നടക്കുകയാണ്, വർക്ക് നടക്കുകയാണ്. അതോടൊപ്പം ഇതുമായി അനുബന്ധമായിട്ടുള്ള പ്ലാന്റിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം അതിന്റെ വർക്ക് അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. പഴുതൂർ പഞ്ചായത്തിലെ കാരമ്പത്തൂർ പ്രദേശത്ത് പമ്പ് ഹൌസും പമ്പിംഗ് മെയിൻ, ക്ലിയർ വാട്ടർ മെയിൻ, പമ്പ് സെറ്റുകൾ, ട്രാൻസ്ഫോമർ എന്നിവയും മുതുമല പഞ്ചായത്തിൽ 118 കിലോമീറ്ററും പഴുതൂർ പഞ്ചായത്തിൽ 115ഉം തിരുവേഗപ്പുറ പഞ്ചായത്തിൽ 123 കിലോമീറ്ററും വിതരണ ശൃംഖല നിർമ്മിക്കും. ഇതിനായുള്ള പൈപ്പിടൽ ആരംഭിച്ചു. 3 പഞ്ചായത്തുകളിലുമായി 13,592 കുടിവെള്ള കണക്ഷനുകളാണ് ഉണ്ടാവുക. ന്യൂസ് 18 പട്ടാമ്പി. കായംകുളം സസ്യ മാർക്കറ്റിലെ കടമുറികൾ തുറന്നുകൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം. BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിലാണ് കടമുറി നൽകുന്നതിൽ കാലതാമസം നേരിടുന്നതെന്ന് നഗരസഭയുടെ വിശദീകരണം. കേരള റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 5.5 കോടി രൂപ കടമെടുത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. അന്ന് കെട്ടിടത്തിലുണ്ടായിരുന്ന കടയുടമകൾക്ക് പുതിയ കെട്ടിടത്തിൽ കടമുറി നൽകാമെന്ന് കരാർ ഒപ്പിട്ട ശേഷമാണ് പഴയ കെട്ടിടം പൊളിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 2 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം തുറന്നു നൽകാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായി. നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാണ്ട് 1.5 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ അതിന്റെ ഭീമിയിലേക്ക് മഴ പെയ്താൽ വെള്ളമിറങ്ങുന്ന ഗുരുതരമായ നിർമ്മാണത്തിലെ ക്രമക്കേട് നിലനിൽക്കുമ്പോഴും വ്യാപാരികൾക്ക് ഈ കെട്ടിപ്പൊക്കിയ കൽക്കൂടാരം തുറന്നു കൊടുക്കാൻ ഒരു പരിശ്രമവും നഗരസഭയുടെ ഭാഗത്തു നിന്നില്ല. ലോൺ എടുത്ത് നിർമ്മിച്ചതിനാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വായ്പാ തുക തിരിച്ചടയ്ക്കേണ്ട സ്ഥിതിയിലാണ് നഗരസഭ. കെട്ടിടത്തിൽ നിന്നും വരുമാനമില്ലാത്തതിനാൽ തുക നഗരസഭയുടെ പൊതുഫണ്ടിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. സ്ഥിതി ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും കെട്ടിടം തുറന്നു നൽകാൻ അധികൃതർ മടി കാണിക്കുകയാണെന്ന് BJP ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ മറുപടി. ഹൈക്കോടതിയിൽ കടമുറിയെ ചൊല്ലി കേസ് നടക്കുന്നതിനാലാണ് തുറന്നു നൽകാത്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. 28 കടക്കാർ അന്ന് പുനരധിവാസത്തിന് സമീപിക്കുകയും അവർക്കെല്ലാം തന്നെ പുനരധിവാസത്തിന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരും ഒന്നും അതിൻ്റെ പൈസ അടച്ചില്ല. പൈസ അടയ്ക്കാതെ കുറച്ച് പേര് മാത്രമാണ് ഫുൾ എമൗണ്ട് അടച്ച. കുറച്ച് പേര് കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്, കുറച്ച് പേര് ഒന്നും അടച്ചില്ല. ഇത് അടയ്ക്കാതെ തന്നെ 20ഓളം കടക്കാർ അവർ കേസിന് പോയിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കടയുടമകൾക്ക് കടമുറികൾ ഉടനടി കൈമാറുമെന്നും നഗരസഭ അറിയിച്ചു. ന്യൂസ് 18 കായംകുളം. മടങ്ങിയെത്താം ചെറിയൊരു ഇടവേള. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ജീവൻ പൊലിഞ്ഞത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ അനാസ്ഥയോ? മെഡിക്കൽ കോളേജിൽ വീഴ്ച പറ്റിയതാർക്ക്? ഈ ജീവന് ആരുത്തരം പറയും? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീകുമാർ GS, ഡോക്ടർ ബിനോ S, ഡോക്ടർ SS ലാൽ. പ്രൈം ഡിബേറ്റ് കാണുക 6:57. പ്രൈം ഡിബേറ്റ് പവേർഡ് ബൈ KSFE. ആവശ്യക്കാർക്കൊപ്പം ആവശ്യത്തിനൊപ്പം KSFE. നാല് കിലോ കഞ്ചാവുമായി കൊട്ടാരക്കരയിൽ ഒരാൾ പിടിയിൽ. ഓടനാവട്ടം സ്വദേശി വിശ്വനാഥനാണ് പിടിയിലായത്. കൊട്ടാരക്കര DYSPയുടെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്ന് കഞ്ചാവുമായി KSRTC ബസ്സിലെത്തുമ്പോഴാണ് വിശ്വനാഥനെ പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ പോലീസ് കാത്തുനിന്ന് പിടികൂടുകയായിരുന്നു. ആന്ധ്രയിൽ നിന്ന് ബൾക്കായിട്ട് കഞ്ചാവ് വരുന്നുള്ള ഇൻഫർമേഷൻ ബേസ് ചെയ്താണ് കൊല്ലം റൂറലിൻ്റെ SP അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് ടീമും പോലീസോട് നടത്തിയ സെർച്ചിലാണ് 4 കിലോ കഞ്ചാവ് ഇവിടെ സീസ് ചെയ്തത്. അത് പൂയപ്പള്ളിയിലെ പഴയൊരു മർഡർ കേസിലെ പ്രതിയാണ്. അതുപോലെ കുന്നിക്കോട് നേരത്തെ 3 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 തവണ കഞ്ചാവിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി കേസിൽ പിടിച്ച പ്രതിയാണ്. ഒരു മർഡർ കേസിലെ പ്രതിയാണ്. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് വിശ്വനാഥൻ. കൊലപാതക കേസിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ താമസിച്ച് കഞ്ചാവ് ചെടി പൊതികളിലാക്കി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. കോടതിയിൽ ഹാജരാക്കിയ വിശ്വനാഥനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. SMA ബാധിതയായ ഷൊർണൂരിലെ ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ലുലു ഗ്രൂപ്പ് 25 ലക്ഷം രൂപ നൽകി. ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ ഗൗരി ലക്ഷ്മിയുടെ വീട്ടിലെത്തി തുക കൈമാറി.
16 കോടി രൂപ ആവശ്യമുള്ള ചികിത്സയ്ക്ക് ഇനിയും 3 കോടിയോളം രൂപ കണ്ടെത്തണം. ചികിത്സയുടെ ഭാഗമായി ഗൗരി ലക്ഷ്മിയും കുടുംബവും കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ആദ്യഘട്ട നവീകരണം പൂർത്തിയായി. 35 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഖാദി റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റ് 22 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിച്ചത്. ഖാദി ബോർഡ് വഴി 50 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ആദ്യഘട്ടമായി അനുവദിച്ച 22 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ജനറേറ്ററും ആധുനിക ഉപകരണങ്ങളും സ്ഥാപിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അധ്യക്ഷനായി. തിരുവനന്തപുരം RDO കോടതിയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ പ്രതി ശ്രീകണ്ഠൻ നായരെ ബാലരാമപുരത്തെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് ശ്രീകണ്ഠൻ നായർ കവർന്നത്. ഇതിൽ 93 ഗ്രാമാണ് ബാലരാമപുരത്തെ ദേവി ജ്വല്ലറിയിൽ വിറ്റത്. ബാക്കി സ്വർണം പൂവാറിൽ വിറ്റെന്നും മംഗലം കോണത്തെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചെന്നുമാണ് ശ്രീകണ്ഠൻ നായരുടെ മൊഴി. കട്ടിപ്പാറയിൽ ആദിവാസി ഊരുകളിൽ യോഗ പരിശീലനം ആരംഭിച്ചു. കോളനികളിലെ ഒരാൾക്ക് വീതം പ്രത്യേക പരിശീലനം നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കട്ടിപ്പാറ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് കീഴിലാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് യോഗ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഊരുകളിൽ ആയുർവേദ പരിചരണം നൽകുന്നതിനായി നടപ്പിലാക്കുന്ന ഹരികിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യോഗ പരിശീലനം. ആയുർവേദ മരുന്നുകളോട് കോളനി നിവാസികൾ താൽപര്യം കാണിക്കുന്ന സാഹചര്യത്തിലാണ് കോളനികളിൽ യോഗ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ കാക്കണഞ്ചേരി കോളനിയിലാണ് യോഗ പരിശീലനം ആരംഭിച്ചത്. ഹരികിരണം പദ്ധതി വഴി തന്നെ നമുക്ക് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇനി കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നതിനും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് നമ്മളിപ്പം യോഗ പദ്ധതി കൂടെ ഈ ഹരികിരണം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. കോളനിയിലെ കുട്ടികൾക്ക് പ്രാഥമിക പരിശീലനം നൽകി. മുതിർന്ന 2 പേർക്കും പരിശീലനം നൽകി അവരിലൂടെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. യോഗ ട്രെയിനറായ ഡോക്ടർ ജയശ്രീയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. നിധി തേടി പോകുന്നവർ അവിടെ നിഗൂഢത ബാക്കി വെക്കുമെന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊരു സംശയം കാരണം കോഴിക്കോട് മരുതോങ്കരയിലെ കിണർ കാണാൻ ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കിണറിലെ ലോഡ് കണക്കിന് മണ്ണ് അജ്ഞാതർ നീക്കം ചെയ്തതാണ് നിഗൂഢതയ്ക്ക് കാരണം. ഇതാണ് കോഴിക്കോട് മരുതോങ്കരയിലെ ജാനകിക്കാട്ടിൽ നിഗൂഢത ബാക്കിയാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കിണർ. അങ്ങനെയൊരു സംശയമുണ്ടാകാൻ എന്താണ് കാരണം? ക്ഷേത്രത്തോട് ചേർന്നുള്ള കിണറിലെ മണ്ണും ചെളിയും നീക്കം ചെയ്തെന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണത്. ലോഡ് കണക്കിന് മണ്ണും ചെളിയും നീക്കാൻ ഏറെ ദിവസത്തെ അധ്വാനം വേണം. ഇത്രയേറെ കഷ്ടപ്പാട് സഹിച്ചത് നിധിക്ക് വേണ്ടിയാകുമെന്നാണ് നാട്ടുകാർ കരുതുന്നത്. അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറായിരുന്നു. ആ കിണറിലെ വേസ്റ്റും അതുപോലെ തന്നെ അടിഭാഗത്തുള്ള മണ്ണും നീക്കം ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നാട്ടുകാരാണ് അവിടെ പോയി കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പല കമ്മിറ്റിക്കാരെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ തന്നെ വിവരമറിയിച്ചു, പോലീസിനെ വിവരമറിയിച്ചു. അവരെല്ലാം വന്ന് നോക്കുമ്പോഴും എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. കാരണം ആ കാട്ടിൽ അങ്ങനെ ഒരു മണ്ണ് നീക്കം ചെയ്യേണ്ട, ആ കിണർ വൃത്തിയാക്കി എടുക്കേണ്ട ഒരാവശ്യവും അവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അമ്പല കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അവരുടെ ഒന്നും അറിവില്ലാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സമീപത്തു തന്നെ പണിയായുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞതോടെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഈ കിണർ കാണാൻ നിരവധി പേരെത്തുന്നുണ്ട്. വനഭൂമിയിൽ അതിക്രമിച്ച് കടന്നതിന് വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. രാത്രികാലങ്ങളിലാണ് മണ്ണ് നീക്കം ചെയ്തതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 വടകര. സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും തല ചായ്ക്കാൻ ഇടമില്ലാതെ ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിൽ അഭയം തേടി വൃദ്ധ ദമ്പതികൾ. കോതമംഗലം കവളങ്ങാട് സ്വദേശി ഗോപിക്കും ഭാര്യ രാജമ്മയ്ക്കുമാണ് ഈ ദുരവസ്ഥ. കവളങ്ങാട് പഞ്ചായത്തിലെ 18ാം വാർഡിൽ ഇവർക്ക് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിരുന്നു. പഴയ വീട് പുതുക്കിപ്പണിയാൻ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം അനുവദിച്ച് കിട്ടുകയും ചെയ്തു. പഴയ വീട് പൊളിച്ച് പുതിയതിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് പ്രതിസന്ധികൾ ഓരോന്നായി ഉടലെടുത്തത്.
ഇവർ വീട് നിർമ്മിക്കുന്നതിന് താഴെയുള്ള പുരയിടത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തതോടെ അധികൃതർ വീട് പണിയുന്നതിൽ തടസ്സവാദം ഉന്നയിച്ചു. മണ്ണിടിച്ചിലും അപകടവും ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. ഇതോടെ ആ 5 സെന്റ് ഭൂമി ഗോപി വാങ്ങി. മണ്ണെടുത്തതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശം നിരപ്പാക്കാൻ ശ്രമം തുടങ്ങിയതോടെ എതിർപ്പുമായി അയൽവാസി രംഗത്ത് വന്നു. മണ്ണിടിച്ച് നിരപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നതോടെ പുതിയ വീടിന്റെ നിർമ്മാണം നിലച്ചു. ഇതോടെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഗോപിയും രാജമ്മയും ഒടുവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അഭയം തേടുകയായിരുന്നു. അടുത്തുള്ള ആൾക്കാരും പിന്നെ സ്വകാര്യ വ്യക്തികളും ഇതിന് സമ്മതിക്കുകയല്ലോ. കിട്ടാച്ചിയോ JCBയോ കയറാൻ അവർ അനുവദിക്കുകയല്ലെന്നാണ് പറയുന്നത്. എനിക്ക് ഒന്ന് കയറി പോകാനോ എടുക്കാനോ മറ്റോ ആരുമില്ല. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ താമസം ഉറപ്പിച്ചത്. എൻ്റെ പെര പണിയാനുള്ള മണ്ണെടുത്ത് കഴിയുന്ന അന്നേരം ഞാൻ ഇവിടുന്ന് മാറി ഞാൻ എൻ്റെ വീട് പണിതോളാം. സർക്കാർ പദ്ധതികൾ കനിഞ്ഞിട്ടും സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും ഗോപിക്കും ഭാര്യയ്ക്കും പുതിയ വീട് ഒരു സ്വപ്നമായി തുടരുകയാണ്. ഈ 5 സെന്റ് സ്ഥലം മേടിച്ചു കഴിഞ്ഞ് ഇത് ലെവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആ സ്വകാര്യ വ്യക്തി തന്നെ ഇട്ട മണ്ണാണ് ലെവൽ ചെയ്യുന്നത്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് എടുത്തല്ല. ഈ മണ്ണെടുത്തിരിക്കുന്ന കാണുന്നൊന്നും ഇവരെടുത്തല്ല, അത് ഈ സ്വകാര്യ വ്യക്തി എടുത്താണ്. എന്നാൽ ഇത് ഇവരെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തൊട്ടധികാരിയായ സ്ത്രീ വന്ന് പറഞ്ഞു അവർക്കൊരു 3 സെന്റ് സ്ഥലം കിടപ്പുണ്ട്, ഒന്നെങ്കിൽ ഈ സ്ഥലം അവർക്ക് ഇവരെടുക്കണം അവർ പറയുന്ന വിലയ്ക്ക്, അല്ല എങ്കിൽ ഇവർ പറയുന്ന വിലയ്ക്ക് അവൾ പറയുന്ന വിലയ്ക്ക് ഈ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം. ഇനി എങ്ങോട്ട് പോകും എന്ന ചോദ്യമാണ് ഇവരെ ഇപ്പോൾ അലട്ടുന്നത്. അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗോപിയും ഭാര്യ രാജമ്മയും. ന്യൂസ് 18 കോതമംഗലം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.